നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്, അല്ലേ? അതെ. സിവിൽ നടപടി നിയമസംഹിത 1908 അതിലെ സെക്ഷൻ 9 ആ ഇന്ത്യയിലെ സിവിൽ കോടതികൾക്ക് ഏതൊക്കെ കേസുകൾ പരിഗണിക്കാം എന്നു പറയുന്ന ഒരു അടിസ്ഥാന നിയമം. ശരിയാണ്. വളരെ അടിസ്ഥാനപരമായ ഒരു വ്യവസ്ഥയാണത്. അപ്പോ നമുക്ക് കിട്ടിയ ഈ വിവരങ്ങൾ വെച്ച് ഒരു സിവിൽ കോടതിയുടെ അധികാരപരിധി, അതിന്റെ സാധ്യതകൾ, പരിമിതികൾ ഇതൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. എല്ലാ തർക്കങ്ങളും നമുക്ക് സിവിൽ കോടതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോ സെക്ഷൻ 9ന്റെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ, സിവിൽ സ്വഭാവമുള്ള എല്ലാ കേസുകളും വിചാരണ ചെയ്യാൻ കോടതികൾക്ക് അധികാരമുണ്ട്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നിയമം അതിനെ വ്യക്തമായോ അല്ലെങ്കിൽ സൂചനയിലൂടെയോ തടഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. ശരി. ഇതിന്റെ പിന്നിലെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ സിവിൽ അവകാശം ലംഘിക്കപ്പെട്ടാൽ അവർക്ക് പരിഹാരം തേടാൻ ഒരിടം വേണം. സാധാരണയായി അത് സിവിൽ കോടതിയാണ്. ഈ സിവിൽ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. എന്താണ് ഈ സിവിൽ സ്വഭാവം? എങ്ങനെയുള്ള കേസുകളാണ് അങ്ങനെ വരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. നിയമത്തിൽ ഇതിനൊരു കൃത്യം നിർവചനം കൊടുത്തിട്ടില്ല. ഓക്കെ. പക്ഷേ പൊതുവെ പറഞ്ഞാൽ വ്യക്തികളുടെ സ്വകാര്യ അവകാശങ്ങളും ബാധ്യതകളും അതാണ് വിഷയം. ഉദാഹരണത്തിന്, സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ, അല്ലെങ്കിൽ ഒരു പദവി, ഒരു ഓഫീസ്, അത് വഹിക്കാനുള്ള അവകാശം, കരാറുകൾ ലംഘിക്കുന്നത്, നഷ്ടപരിഹാരം, ഇതൊക്കെ സിവിൽ സ്വഭാവമുള്ള കേസുകളാണ്. ഇപ്പൊ ഈ മതപരമായ കാര്യങ്ങൾ വന്നാലോ? അതൊരു പ്രധാന പോയിന്റാണ്. ഒരു കേസിൽ മതപരമായ കാര്യങ്ങൾ ഉണ്ടായാലും ആ തർക്കം പ്രധാനമായും ഒരു സ്വത്തവകാശത്തെയോ അല്ലെങ്കിൽ ഒരു പദവി വഹിക്കാനുള്ള അവകാശത്തെയോ ആണ് ബാധിക്കുന്നതെങ്കിൽ അതിനും സിവിൽ സ്വഭാവമുണ്ടാവും. കോടതിക്കത് കേൾക്കാം. ആ പദവിക്ക് ശമ്പളമുണ്ടോ ഇല്ലയോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല. മനസ്സിലായി. എന്നാൽ പൂർണ്ണമായും മതപരമായ ആചാരങ്ങളോ ചടങ്ങുകളോ മാത്രമാണെങ്കിൽ അതിൽ ഈ പറഞ്ഞ സ്വത്തോ പദവിയോ പോലുള്ള സിവിൽ അവകാശങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ സാധാരണഗതിയിൽ അത് സിവിൽ കോടതിയുടെ പരിധിയിൽ വരില്ല. അപ്പോ സിവിൽ സ്വഭാവമുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കോടതിക്ക് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിലൊന്നാണ് വ്യക്തമായ വിലക്ക്. അത് താരതമ്യേന എളുപ്പം മനസ്സിലാക്കാം, അല്ലേ? അതെ. അതായത് ചില പ്രത്യേക നിയമങ്ങൾ. ഇപ്പോ തൊഴിൽ തർക്കങ്ങൾക്ക് ലേബർ കോടതി, അല്ലെങ്കിൽ വാടക പ്രശ്നങ്ങൾക്ക് റെന്റ് കൺട്രോൾ കോടതി, അങ്ങനെയുള്ളവ. ശരിയാണ്. ആ നിയമങ്ങൾ തന്നെ പറയും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ന അതോറിറ്റിക്കാണ് അധികാരമെന്ന്. അപ്പോ സിവിൽ കോടതിക്ക് അവിടെ റോളില്ല, അത് വ്യക്തമാണ്. എന്നാൽ ഈ സൂചനയിലൂടെയുള്ള വിലക്ക്, അഥവാ ഇംപ്ലൈഡ് ബാർ, അത് കുറച്ചുകൂടി സങ്കീർണമാണോ? കുറച്ചുകൂടി വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. അതായത് നിയമത്തിൽ സിവിൽ കോടതിക്ക് അധികാരമില്ല എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ല. പക്ഷെ ഒരു പ്രത്യേക വിഷയം കൈകാര്യം ചെയ്യാൻ നിയമം ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രിബ്യൂണലോ മറ്റോ. ആ വിഷയം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തീർപ്പാക്കാൻ ആ സംവിധാനത്തിന് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സിവിൽ കോടതി ഇടപെടേണ്ടതില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അതാണ് സൂചനയിലൂടെയുള്ള വിലക്ക്. നിയമനിർമ്മാതാക്കളുടെ ഉദ്ദേശം ആ പ്രത്യേക സംവിധാനം തന്നെ അത് നോക്കണം എന്നതാണെന്ന് കരുതാം. ശരി. അതുപോലെ പൂർണ്ണമായും രാഷ്ട്രീയപരമായ വിഷയങ്ങളും ഇതിൽ വരില്ല, അല്ലേ? അതെ, അതും സാധാരണ സിവിൽ കോടതികളുടെ പരിധിയിൽ വരാറില്ല. ഈ അധികാരപരിധി തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന തത്വം നിങ്ങൾ തന്ന നോട്ട്സിൽ കണ്ടു. അതായത് ഒരു സംശയം വന്നാൽ അധികാരമുണ്ട് എന്ന് അനുമാനിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. പ്രിസംപ്ഷൻ ഇൻ ഫേവർ ഓഫ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും. നിങ്ങൾ പരിഹരിക്കാൻ ഒരു വേദി നിഷേധിക്കപ്പെടരുത് എന്നതാണ് അടിസ്ഥാന ആശയം. അതുകൊണ്ട് ഒരു കോടതിക്ക് ഒരു വിഷയത്തിൽ അധികാരമില്ല എന്ന് വാദിക്കുന്ന ആളാണ് അത് തെളിയിക്കേണ്ടത്. ഭാരം അവരുടെ മേലാണ്. അതും പ്രധാനമാണ്. കക്ഷികൾ തമ്മിൽ സമ്മതിച്ചതുകൊണ്ട് മാത്രം കോടതിക്ക് അധികാരം കിട്ടുകയോ നഷ്ടപ്പെടുകയോ ഇല്ലെന്നും പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അധികാരപരിധി എന്നത് നിയമം നൽകുന്നതാണ്. കക്ഷികൾക്കത് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. അവരുടെ സമ്മതം അവിടെ പ്രസക്തമല്ല. ഇനി അധികാരമില്ലാത്തൊരു കോടതി ഒരു വിധി പറഞ്ഞാൽ എന്താകും സ്ഥിതി? അത് തുടക്കം മുതലേ അസാധുവാണ്, വോയിഡ് എബ് ഇനിഷ്യോ ആണെന്നും പറയുന്നു. അതെ. അതിന്റെ പ്രായോഗിക ഫലം എന്താണ്? അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. അങ്ങനെയുള്ള വിധിക്ക് നിയമത്തിന്റെ കണ്ണിൽ ഒരു നിലനിൽപ്പുമില്ല. അത് ശൂന്യമാണ്. അത് നടപ്പാക്കാൻ കഴിയില്ല. കേസിന്റെ ഏത് ഘട്ടത്തിലും, വിധിക്ക് ശേഷം അപ്പീൽ ഘട്ടത്തിലോ എക്സിക്യൂഷൻ ഘട്ടത്തിലോ ഒക്കെ ഈ അധികാരമില്ലായ്മ ചൂണ്ടിക്കാണിച്ച് ആ വിധിയെ ചോദ്യം ചെയ്യാം. അത് തുടക്കം മുതലേ അസാധുവായതുകൊണ്ട്
അതിന്മേൽ പിന്നീട് നടന്നതൊന്നും നിലനിൽക്കില്ല. അപ്പോൾ അത് മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ. ശരിയായ കോടതി ഏതാണെന്ന് തുടക്കത്തിലെ കണ്ടെത്തുന്നത് അത്രയും പ്രധാനമാണ്. വളരെ പ്രധാനം. അല്ലെങ്കിൽ സമയവും പണവും വെറുതെ പോകും. വളരെ വ്യക്തമായി. അപ്പം നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, സെക്ഷൻ 9 സിവിൽ കോടതികൾക്ക് ഒരു വലിയ ക്യാൻവാസ് കൊടുക്കുന്നുണ്ട്. മിക്കവാറും സിവിൽ തർക്കങ്ങൾ അവിടെ എത്തും. ശരിയാണ്. എന്നാൽ നിയമം തന്നെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേറെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്, പ്രത്യേക ട്രൈബ്യൂണലുകൾ പോലെ. അതെ, സ്പെഷ്യലൈസ്ഡ് വിഷയങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ഫോറങ്ങൾ. അപ്പോ നിങ്ങൾക്കൊരു നിയമപരമായ പ്രശ്നം നേരിടുമ്പോൾ ഇത് സിവിൽ കോടതിയിൽ പോകേണ്ടതാണോ അതോ മറ്റേതെങ്കിലും ട്രൈബ്യൂണലിലോ അതോറിറ്റിയിലോ ആണോ പോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകരിക്കും. തീർച്ചയായും. ഏതു വാതിലാണ് മുട്ടേണ്ടതെന്നറിയുന്നത് പ്രധാനമാണല്ലോ. അല്ലെങ്കിൽ നീതി വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യാം. ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചർച്ച കേൾക്കുമ്പോൾ എനിക്കൊരു ചിന്ത വന്നു. അതായത്, നിയമം ഒരു പ്രത്യേക ട്രൈബ്യൂണലിന് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ അധികാരം കൊടുക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അതേ വിഷയത്തിൽ ഒരു സിവിൽ കോടതി ഇടപെടുന്നത് ശരിയാണോ? ഈ പ്രത്യേക നീതിയും പിന്നെ എല്ലാവർക്കും കോടതിയെ സമീപിക്കാനുള്ള ഒരു അടിസ്ഥാന അവകാശവും ആക്സസ് ടു കോർട്സ് തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു നല്ല പോയിന്റാണെന്ന് തോന്നുന്നു. ശരിയാണ്. അതൊരു പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യം തന്നെയാണ്. ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറാം.